ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ശിവഗിരി സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇപ്പോൾ തൊട്ടു പിന്നാലെ സനാതനധർമ്മത്തെ അധിക്ഷേപിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ അദ്ദേഹം ന്യായീകരിക്കുന്നതോടൊപ്പം തന്നെ പറയുന്നത് സനാതനധർമ്മം മനുസ്മൃതിയാണ്, അതുകൊണ്ട് അത് ഈ കാലഘട്ടത്തിന്റെ അശ്ലീലമാണ് എന്നാണ്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഉറക്കെ സംസാരിക്കുന്നത് മൈക്കായിരിക്കും. പക്ഷെ ആ മൈക്കിന് ഒരിക്കലും സ്വന്തമായി ഒന്നും സംസാരിക്കാൻ സാധിക്കില്ല. മൈക്കിന് പിന്നിൽ നിന്ന് ആരാണോ പറയുന്നത് അത് ഉറക്കെ കേൾപ്പിക്കാൻ മാത്രമേ മൈക്കിന് സാധിക്കുകയുള്ളൂ. ഈ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ. കാരണം അവര് ജിഹാദികളുടെ മൈക്കാണ്. ജിഹാദികൾക്ക് എന്താണോ പറയാനുള്ളത് അത് അവരിലൂടെ പറയുകയാണ്. കാരണം അവരുടെ രാഷ്ട്രീയ അടിമയായി പോയിരിക്കുന്നു CPM എന്നുള്ള അവർ നഗ്ന സത്യമാണ് മനസ്സിലാവുന്നത്. CPM പെട്ട സാധാരണക്കാരായ അണികളുടെ ഗതികേടാണ് ഇതെന്ന് മനസ്സിലാവുന്നത്. ഇത് ആരോടാ ഗോവിന്ദൻ പറയുന്നത്? ഇത് ഗോവിന്ദൻ പറയുന്നത് ഹിന്ദു ഐക്യവേദിയുടെ ആളുകളോടല്ല വന്നിട്ട്, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആൾക്കാരോടല്ല. അദ്ദേഹത്തിന് ഒരു പക്ഷേ ദേഷ്യം പ്രകടിപ്പിക്കാനുള്ളത് ഹിന്ദു ഐക്യവേദിയോടോ വിശ്വ ഹിന്ദു പരിഷത്തിനോടോ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനോടോ അതിന്റെ സംഘപരിവാറിനോടോ ആയിരിക്കും. പക്ഷെ ഗോവിന്ദൻ സംസാരിക്കുന്ന ഈ പരിവാരകാരന് ആരും മുമ്പിൽ നിന്നുകൊണ്ടല്ല. ഗോവിന്ദൻ സംസാരിക്കുന്നത് CPMന്റെ അണികളോടാണ്. ജനിച്ചത് മുതൽ പലപ്പോഴും സ്വന്തം ആചാരങ്ങളിലൂടെ രഹസ്യമായാണെങ്കിൽ പോലും കടന്നു പോകുന്ന CPMന്റെ അണികൾ. പണ്ടത്തെ പോലെയല്ലേ ഇപ്പൊ ശബരിമലയ്ക്ക് പോവുകയും ഒരു അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന CPMന്റെ അണികളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഗോവിന്ദൻ ഇത് സംസാരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് മിണ്ടാണ്ടിരിക്കേണ്ടി വരുന്ന അണികൾ അവരെ പറ്റി ഓർക്കുമ്പോൾ വളരെ ശരിക്കും പറഞ്ഞാൽ അടിമത്വ നിയമം മൂലം നിരോധിച്ചു എന്നൊക്കെ നമ്മളിങ്ങനെ സാമൂഹ്യപാഠം പാഠപുസ്തകങ്ങളിൽ പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ നിയമം മൂലം നിരോധിച്ചിട്ടില്ല. CPM ജിഹാദികളുടെ അടിമയാണ്. അതേപോലെ തന്നെ ആ CPM നേതൃത്വത്തിന്റെ വെറും അടിമകൾ മാത്രമാണ് അടിമക്കളുള്ള അണികൾ. ഒരാൾക്ക് പോലും തിരിഞ്ഞ് സഖാവേ മറ്റേതെങ്കിലും മതത്തെ പറ്റി ഇങ്ങനെ പറയൂ, ഇങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടോ? മതങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിൽ എല്ലാ മതങ്ങളെയും എടുക്കണ്ടേ? ഇപ്പൊ ഈ മനുസ്മൃതി എന്ന് പറഞ്ഞാൽ 1% ആളുകൾക്ക് പോലും എന്താണെന്നറിയാത്ത സാധനമാണ് ഹിന്ദുക്കൾക്ക്. ഭാരതം മൊത്തം എടുത്തുള്ള 1000 ആളുടെ കയ്യിൽ പോലും 1000 ഹിന്ദുവിന്റെ കയ്യിൽ പോലും മനുസ്മൃതിയുടെ ഒരു കോപ്പി ഉണ്ടാവില്ല. അതൊരാൾ പഠിച്ചിട്ടുമില്ല, വായിച്ചിട്ടില്ല. പഠിച്ച മോശമായതുകൊണ്ടൊന്നല്ല പറയണത്. പക്ഷെ പഠിപ്പിക്കുന്നില്ല. രാമായണം പോലെ ഭാഗവതം പോലെ ഭാരതം പോലെ നമ്മൾ വായിക്കുന്ന ഒരു ഗ്രന്ഥം പോലും അല്ലത്. എന്നിട്ട് മനുസ്മൃതി എന്ന് പറയുമ്പോൾ ഇവിടെ CPMന്റെ അണികൾക്ക് ഒരാൾക്ക് എണീറ്റിട്ട് നാട്ടിൽ, കാരണം ചുറ്റും നമ്മളെല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നവരാ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അയൽപ്പക്കക്കാർ ഇതര മതസ്ഥരുണ്ട്, അവരിൽ നമുക്ക് കാര്യങ്ങൾ അറിയാം. അപ്പൊ ഒരാൾ എണീറ്റിട്ട് ഈ മനുസ്മൃതിയെ പറ്റി പറയുന്ന സഖാവൻ ഫത്തുൽ മുഈൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അപ്പൊ അതിന്റെ ഗ്രന്ഥകർത്താവിന് അവാർഡ് കൊടുക്കാൻ അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകം കിട്ടുമെന്നൊക്കെ മറ്റേ മന്ത്രി ബിന്ദു പറഞ്ഞിരുന്നു. അപ്പോ അത് ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ദർസ് ക്ലാസ്സുകൾ ഇപ്പോഴും പഠിപ്പിക്കുന്നത് മനുസ്മൃതിയെ പോലെ തന്നെ. മനുസ്മൃതി ഇന്ത്യയിൽ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. പഠിപ്പിച്ചാൽ നല്ലതാണ്, പക്ഷെ പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഈ ഫത്തുൽ മുഈൻ എന്നുള്ളത് ഇവിടെ കേരളത്തിലെന്നല്ല എല്ലാ സ്ഥലത്തും ദർസുകളിൽ, മദർസയുടെ ഹയർ സ്റ്റഡീസ് കേസിലാണ് ദർസുകൾ, ആ ദർസിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിലത്തെ ഒരു വാചകം എടുത്തിട്ട് ഞാൻ ഖുറാനെ പറ്റി പറയുന്നില്ല, ഖുറാന് മതഗ്രന്ഥം എന്ന അത് കൽപ്പിച്ചതോടെ നിൽക്കട്ടെ. പക്ഷെ ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ബോധമുറയ്ക്കാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഗ്രന്ഥത്തിൽ ഒരു വരി എടുത്തിട്ട് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ? ഷർട്ട് ഇടുന്നതിനെ പറ്റി ഷർട്ട് ഇടുന്നോ അത് ഭക്തര് തീരുമാനിക്കട്ടെ. ഈ ഷർട്ടിൽ കയറി പിടിക്കുന്നവർക്ക് പൊതുസ്ഥലത്ത് മുഖം മറച്ച് നടക്കുന്നതിനെ പറ്റി പറയാൻ എന്തെങ്കിലും സാധിക്കും? ഷർട്ട് അഴിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മങ്ങൾക്ക് പോകുന്നവരെ പറ്റി പറയാൻ എന്തെങ്കിലും സാധിക്കും? അപ്പൊ ഇത് ചോദിക്കേണ്ടത് ഹിന്ദു ഐക്യവേദിയോ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ അല്ലെങ്കിൽ സംഘപരിവാറോ അല്ല. ഇത് ആ അണികൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ ഇവിടെ ഒരു അടിമക്കച്ചവടം അല്ലെങ്കിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കി എന്ന് നമുക്ക് പറയാം. അപ്പൊ രാഷ്ട്രീയ അടിമത്തത്തിന്റെ പാപ്പരത്വമാണ് നമ്മളിവിടെ കണ്ടത്. രാഷ്ട്രീയ അടിമകൾക്ക് എന്ത് ജനാധിപത്യം? അപ്പൊ നമ്മുടെ ജനാധിപത്യം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണത്. ഉദ്ദേശിക്കുന്നത് ഹിന്ദുമതത്തിനെ താറടിച്ച് കാണിക്കുക, ഹിന്ദുമത വിശ്വാസികളുടെ ആത്മവിശ്വാസം കെടുത്തുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ല. കാരണം ഇതിൽ വലുത് കേട്ടുകൊണ്ട് കണ്ടുകൊണ്ടുമാണ് ഹൈന്ദവ സമൂഹം വളർന്നു വന്നിരിക്കുന്നത്. കാരണം അവരൊരിക്കലും ഭൂവിരിച്ച പാതയിലൂടെ അല്ല നടന്നത്. അവർക്കാരും ബാലും തേനും ഒഴുക്കി കൊടുത്തിട്ടുമില്ല. നിരവധി ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും കേട്ടുകൊണ്ട് തന്നെ സ്വന്തം വിശ്വാസത്തിൽ അഭിമാനിച്ചാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. അത് മുമ്പത്തേക്കാൾ അഭിമാനം കൂടിയിട്ടുള്ളൂ. എത്രമാത്രം ഇവരെ എതിർക്കുന്നുവോ അത്രമാത്രം അതിന്റെ അഭിമാനം കൂടിയിട്ടേ ഉള്ളൂ. ഗണപതി മിത്താണെന്ന് നിയമസഭാ സ്പീക്കർ പറഞ്ഞപ്പോ അതിന്റെ പേരിൽ വേദനിച്ചൊരു ഭാഗത്ത് മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്. ഇതപ്പര്യന്തം നടക്കാത്ത വിധത്തിലുള്ള ഗണേശോത്സവങ്ങൾ നടത്തിക്കൊണ്ട് തക്ക ഉത്തരം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഹൈന്ദവ സമൂഹത്തിന്റെ ആ ഒരു ആന്തരികമായ കരുത്ത് അതാണ് പ്രകടിപ്പിക്കുന്നത്. ഇവരിതൊക്കെ പറഞ്ഞു എന്നതുകൊണ്ട് ഹിന്ദു സമൂഹത്തിനൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ശരിക്കും ഉപ്പ് വെച്ച കടം പോലെ തേഞ്ഞു പോണത് CPM ആണ്, കമ്മ്യൂണിസമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ടീച്ചർ, ഒരു കാര്യം കൂടി നമുക്കറിയാം, ശിവഗിരി സമ്മേളന വേദിയാകട്ടെ CPMന്റെ പ്രതിനിധി സമ്മേളനമാകട്ടെ, ഇവർക്ക് പറയാനുള്ളത് സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുക മാത്രമാണ്. ഇത് ആശയദാരിദ്ര്യമാണോ അതോ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ? വോട്ട് ബാങ്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ ഗതികേട്. അതാണ് ഞാൻ പറഞ്ഞത്. CPM എന്ത് പറയണമെന്ന് CPM വിചാരിക്കുന്നത്. CPMന്റെ പ്രസംഗ തൊഴിലാളികൾ അവരുടെ PA മാരല്ല.
അവർ അതാത് നേതാക്കളുടെ PA അല്ല പ്രസംഗം എഴുതി കൊടുക്കുന്നത്. അവർക്ക് പ്രസംഗം എഴുതി കൊടുക്കുന്നത് മറ്റേതോ കോണുകളിൽ നിന്നാണ്. കാരണം ഭാഷ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയില്ലേ, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയില്ലേ. ശിവഗിരിയിൽ ചെന്ന് ഗുരുദേവന്റെ സ്വാതന്ത്ര്യം ഇന്നത്തെ സാഹചര്യങ്ങളുമായി ചേർത്തിണക്കി എന്തൊക്കെ പറയാനുണ്ട്. അവിടെ ഏറ്റവും വലിയ വിഷയം ഗുരുദേവൻ ഏറ്റവും നന്നായി അല്ലെങ്കിൽ പരിപോഷിച്ചെടുക്കാൻ ശ്രമിച്ച സനാതന ധർമ്മമാണോ അവിടെ ഏറ്റവും വലിയ വിഷയമായി വരേണ്ടത്? അല്ലല്ലോ. അതിനെ എതിർക്കാൻ വേണ്ടി ഗുരു ഒരിക്കലും അതിനെപ്പറ്റി എതിർത്തില്ല. ആ വേദിയിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ആധുനിക കാലഘട്ടത്തിന് ഇണങ്ങുന്ന ആവശ്യമുള്ള ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് പറയാം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അതൊന്നും അല്ല വന്നത്. അപ്പൊ അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുത്തത് അദ്ദേഹത്തിന്റെ PA മാരോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്ന് ആരോ അല്ല. അദ്ദേഹത്തിന് എഴുതി കൊടുത്തിരിക്കുന്നത് ഏതോ ജിഹാദി കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഒരു പക്ഷേ ജയിലിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരുടെയൊക്കെ B ടീമുകളായിട്ട് പ്രവർത്തിക്കാൻ ഇവരെ നിർത്തിയിട്ടുണ്ടാകും. അങ്ങനെ പണമാണോ കിട്ടിയിരിക്കുന്ന വോട്ടാണോ കിട്ടുന്നത് നമുക്കറിയില്ല. അപ്പോ നമ്മൾ പറയേണ്ടത് ഇവരല്ല, ഇവർ വെറും മൈക്കാണ്. ഇവർ മറ്റാർക്കു വേണ്ടി സംസാരിക്കുന്ന പ്രസംഗം എഴുതിയ തൊഴിലാളികൾ എന്തെഴുതിയോ അത് വായിക്കേണ്ട ഗതികേടിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതെ, വളരെ നന്ദി ശ്രീമതി KP ശശികല ടീച്ചർ പ്രതികരിച്ചതിന്.